ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ കുടുംബം പാടെ തകർന്ന് തരിപ്പണമായി, ഇല്ലെങ്കിൽ ഇന്ത്യൻ തിരിച്ചടിയിൽ തരിപ്പണമായി എന്ന് തന്നെ പറയാം. മസൂദ് അസറിൻ്റെ ഭാര്യയും മകനും മൂത്ത സഹോദരിയുമടക്കം 10 പേർ കൊല്ലപ്പെട്ടു. 4 വിശ്വസ്തരായവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ കൊടും കുറ്റവാളിയായ റൌഫ് അസർ എന്ന ഭീകരനും കൂടിയാണ് കൊല്ലപ്പെട്ടത്. ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് മസൂദ് അസൂർ പറഞ്ഞത്, ആക്രമണത്തിൽ താൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ആ ഒരു കൊല്ലപ്പെടുന്നവരിൽ താൻ കൂടി ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതായിട്ട് പാക് മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ച വാർത്തയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയിലെ 26 സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരർക്ക്, ആ ഭീകരരെ പറഞ്ഞു വിട്ടവൻ്റെ തല തന്നെ അറുത്തെടുത്ത് അവൻ്റെ വീടും തകർത്ത് അവൻ്റെ ഭാര്യയും മകനും ചേച്ചിയും അടക്കം ആ കുടുംബത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ഇന്ത്യൻ സേന നടത്തിയ വലിയ ഒരു ആക്രമണം. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിൽ നിന്ന്, ഈ ഒരു ഞെട്ടലിൽ നിന്ന് ഉണരാൻ വലിയ പ്രയാസം തന്നെയായിരിക്കും. കാരണം ഇന്ത്യ നോട്ടപ്പെട്ട കൊടും ഭീകരനാണ് മസൂദ് അസർ. ആ കുടുംബം തന്നെ ഇല്ലാതായി. അതായത് അയാൾ ജീവിച്ചിരിക്കെ തന്നെ തൻ്റെ കൺമുമ്പിൽ ഈ ഇന്ത്യയുടെ തിരിച്ചടിയിൽ, താൻ ആർക്കെതിരെയാണോ ഇതുവരെ ഈ ഭീകരവാദം നടത്തിക്കൊണ്ടിരുന്നത്, ആ രാജ്യത്തിൻ്റെ തിരിച്ചടിയിൽ തൻ്റെ ഭാര്യയും മകനും സഹോദരിയും അടക്കം എല്ലാം ചുട്ടുവെണ്ണീറാകുന്നത് കണ്ടുകൊണ്ട് ശേഷകാലം ജീവിക്കാനായിരിക്കും ഈ ഭീകരൻ്റെ വിധി. ഏതായാലും മസൂദ് അസറിൻ്റെ കുടുംബം പാടെ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.